ചെങ്ങന്നൂരിലെ ABP പ്രവർത്തകൻ വിശാൽ കൊലപാതക കേസിൽ പ്രതിയെ വെറുതെ വിട്ടു. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ സ്വദേശി വിശാലിനെ ക്രിസ്ത്യൻ കോളേജിന് മുന്നിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 20 പേർക്കെതിരെയായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയായിരുന്നോ? പ്രോസിക്യൂഷന്റെ പ്രതികരണം കണ്ട ശേഷം വരാം. ശരത്, സ്മൃതി, ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കുറച്ചൊക്കെ കാരണങ്ങളാണ്. വിധി ന്യായം കണ്ടതിന് ശേഷം, ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. തക്കതായ എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വിധിന്യായം ജഡ്ജ്മെന്റ് പൂർണ്ണമായി കണ്ടതിന് ശേഷം തീരുമാനിക്കുകയുള്ളൂ എന്താണെന്നുള്ളത്. അത് എപ്പോഴേ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് പറഞ്ഞത്? അത് തെറ്റായ ഒരു ആരോപണമാണത്. FIR തക്കതായ തെളിവുകൾ തന്നെ, സാക്ഷികളും ഒക്കെ കോടതി മുമ്പാകെ തക്കതായ തെളിവുകളും മൊഴികളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്. സ്മൃതി, പ്രോസിക്യൂഷൻ ടീമാണ് ഇപ്പോൾ, അതായത് അഡ്വക്കേറ്റ് ശ്രീദേവിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവർ പറയുന്നത് ഇത്തരത്തിൽ നിലവിൽ ഈ കേസിൽ അതായത് അക്യൂറ്റഡ് എന്നൊരു മാത്രമാണ് കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത്. വിധി പ്രസ്താവനത്തിൽ വെറുതെ വിട്ടു എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിലേക്ക് കടക്കുമെന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 20 പ്രതികളായിരുന്നു ഈ വിശാൽ വധക്കേസിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു ആ സമയത്ത്. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേരായിരുന്നു കേസിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. 2012 ജൂലൈ 16 ഇത്തരത്തിൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് മുൻവശത്ത് വെച്ച് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വിശാലിനെയും ഒപ്പമുണ്ടായിരുന്ന ABP പ്രവർത്തകർക്ക് ആക്രമിക്കുകയായിരുന്നു. വിശാലിന് കുത്തേൽക്കുകയും ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് തന്നെ കുത്തിയത് അടക്കമുള്ള കാര്യങ്ങളെന്ന് വിശാൽ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വിശാലിന്റെ മൊഴിയുണ്ട്, സുഹൃത്തിനോടൊപ്പം പറഞ്ഞ മൊഴിയുണ്ട്. ഇതിനു പുറമെ ഈ 2 സുഹൃത്തുക്കളെ കൂടി ആ സമയത്ത് ABPയുടെ പ്രതികരണമാണ് കണ്ടത്. 19 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് കേസിൽ എന്നുള്ളതാണ്. ശരത്തിലേക്ക് വീണ്ടും. ശരത്ത്, ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുമെന്നാണോ നമുക്ക് അറിയാനാകുന്നത്? പ്രോസിക്യൂഷനും ഒപ്പം ABP പ്രവർത്തകരടക്കം അപ്പീൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത് നടന്നിട്ടുള്ളത് ക്രൂര കൊലപാതകമാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ABP മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രോസിക്യൂഷനും ഇതിൽ തുടക്കം മുതൽ തന്നെ കൃത്യമായ നടപടികൾ പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരുന്നു. FIR എടുത്തതിലടക്കം ചില അപാകതകളുണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ശരിയല്ല എന്ന നിലപാടാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളാണ് പ്രോസിക്യൂഷനടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. തെളിവുകൾ കൃത്യമായി ഹാജരാക്കിയിരുന്നു. 55 സാക്ഷികളെയാണ് ഈ കേസിൽ വിചാരണ ചെയ്തിട്ടുള്ളത്. ഒപ്പം 205ഓളം രേഖകൾ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിർണായകമായ പല രേഖകളും ഒപ്പം സാക്ഷികളെയും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിൽ ചില SFI KSU പ്രവർത്തകർ കൂറുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ABP പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഉൾപ്പെടെ കേസിന്റെ വിധി പ്രതികൂലമാകാൻ കാരണമായി എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഈ കേസിന്റെ പ്രോസിക്യൂട്ടർ ഇത്തരത്തിൽ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലായിരുന്നു പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന്റെ ടീമാണ് ഇത്തരത്തിൽ ഇതിന്റെ പ്രോസിക്യൂഷൻ മറ്റു നടപടികളൊക്കെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോയത്. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായ വിധിയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത്. 13 വർഷത്തിന് ശേഷമാണ് കേസിലൊരു വിധി വരുന്നത്. ഇത്തരത്തിൽ വലിയൊരു വിധി വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഒരു തിരിച്ചടി എന്നോണം അതിൽ പ്രതികളെയൊക്കെ തന്നെ വെറുതെ വിടുകയാണ് ചെയ്തത്. 20 പ്രതികളാണ് ഉള്ളത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു. അങ്ങനെ ഈ പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടു എന്നുള്ളതാണ് കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതി ഒരു കമന്റിൽ മാത്രമാണ് ഈ വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് അക്യൂറ്റഡ് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കോടതി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ജഡ്ജി ഇത്തരത്തിൽ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. വിശാലിനെ കൊലപ്പെടുത്തിയ കേസിലാണ്, 2012 കേസാണ്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്.